നൈഫ് സെറ്റിന്റെ ആണ്. പുറത്തിടാൻ വേണ്ടവർക്ക് പുറത്തിടാനും പറ്റും. ഇത്ര എന്റെ മുഖത്ത് കാണുന്നുണ്ട്. ശരിക്കും പരമശിവന്റെ ഇതുപോലെ ഉണ്ട് കാണാൻ. അതിങ്ങനെ ചുരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഫിനിഷിംഗ് ഒക്കെ കിട്ടും. അടുപ്പാവയുടെ വള്ളി കയറിപ്പോണ അതേ മെത്തേഡിൽ വലിച്ചൂടി എടുക്കാൻ മതി. ഭയങ്കര രസമുള്ളൊരു ക്യൂട്ട് ഡ്രസ്സാണ് ഇത്. മറ്റേ കുട്ടികളുടെ കാർട്ടൂൺസിലുള്ള ഒരു ക്യാരക്ടറിനെ പോലെ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു മീഷോ ഹോളാണ്. യൂസ്ഫുൾ തിങ്സിന്റെ മീഷോ ഹോളാണ്. ഇത് കുറേ ദിവസമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സാധനങ്ങളായിരുന്നു. പക്ഷെ എൻ്റെ ഓരോ കാര്യങ്ങളും ഒക്കെ കാരണം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ച് സാധനങ്ങളുണ്ട്. അതിനകത്ത് ഒരു പാക്കറ്റ് മാത്രം ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു മുമ്പ്. ബിക്കോസ് അതിൻ്റെ എനിക്കൊരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാനാണ്. അതിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എന്തായാലും ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. ആസ് ഐ സെഡ്, ഇറ്റ്സ് എ യൂസ്ഫുൾ മീഷോ ഹോൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു സെറ്റ് ഓഫ് ഉടുപ്പുകളാണ്. അതിനകത്ത് ഒറ്റ ഡ്രസ്സ് മാത്രമേ പുറത്തുനിന്ന ടൈപ്പുള്ളൂ. പക്ഷെ അത് ഞാൻ പുറത്തിടുന്നതല്ല. അതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ. ആൻഡ് റേറ്റ് ഓൾസോ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇറ്റ്സ് എ വെരി പ്രിറ്റി റെഡ് ഡ്രസ്സ്. അതിന് ഇത് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയാണ്, തുറന്നു നോക്കുമ്പോൾ അറിയാം എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇതാണ് സംഭവം. ഇതിൻ്റെ റേറ്റ് വന്നിട്ടൊരു 312 റുപ്പീസാണ്. ഭയങ്കര ഭംഗിയുണ്ട് ഇത് കാണാൻ. ഉണ്ടായിരുന്നു ഫോട്ടോയിൽ. തുറന്നു നോക്കട്ടെ കേട്ടോ. ഭയങ്കര രസമുള്ളൊരു ക്യൂട്ട് ഡ്രസ്സാണ് ഇത്. ഞാൻ ഇട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഇട്ട് കാണിച്ച് ചിലപ്പോൾ ബോറായിരിക്കും. അപ്പം ഇങ്ങനത്തെ സാധനം വീട്ടിൽ ഇട്ട് നിൽക്കാൻ നല്ല രസമായിരിക്കും. പറ്റി ഞാൻ വൈഡിൽ കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സ്. അപ്പം ഞാൻ വീട്ടിലായിരിക്കും ഞാനത് ഇടുക. പുറത്തിടാൻ ഇങ്ങനത്തെ ഡ്രസ്സ് പുറത്തിടുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഒന്നും ഇടാതെ ആണെങ്കിലും കുഴപ്പമില്ല. ആസും കൂടെ ജാക്കറ്റ് പോലെ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജാക്കറ്റ് പോലെയൊക്കെ ഇട്ടാലും ഇത് ഇടാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് നൈസ് ഓൺലി. നല്ല ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. ഇറ്റ്സ് നൈസ്. 311 റുപ്പീസിന് നല്ലതാണ്. പിന്നെ അതിൻ്റെ കോയിൻസ് ഒക്കെ വെച്ചിട്ട് എനിക്കതിന് 308 രൂപയായിട്ട് കുറച്ച് കിട്ടിയായിരുന്നു. അടുത്ത സാധനം 236 റുപ്പീസിനും 242 റുപ്പീസിനും ഞാൻ വീട്ടിലിടുന്ന തന്നെ 2 ഉടുപ്പുകൾ വാങ്ങിച്ചിരുന്നു. ഇത് കണ്ടിട്ട് ഒരുമാതിരി നൈറ്റി അല്ല, ഒരു ചാക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് ഇസ് നോർമൽ ഒരു കോട്ടണിഷ് തന്നെയാണ്. പിന്നെ വീട്ടിലിടുന്ന സാധനങ്ങൾക്ക് അത്രയൊക്കെ പ്രൈസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇത് വീട്ടിൽ മാത്രം ഇടാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഉറപ്പായിട്ട് വീട്ടിൽ തന്നെ ഇടുള്ളൂ. അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ കേട്ടോ അതേ സാധനം. നോട്ട് ബാഡ്. ഈ പറഞ്ഞ പ്രൈസിന് കുഴപ്പമൊന്നുമില്ല. നമ്മളത് പേർപ്പസ് അതനുസരിച്ച് യൂസ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് അത് പുറത്തിടാൻ ഇഷ്ടപ്പെടുമായിരിക്കും. അത്ര ബാഡ് ക്വാളിറ്റി എന്നൊന്നും പറയാനൊന്നുമില്ല. അടുത്തത് ഇങ്ങനത്തെ ഒരു, ഞാൻ ഹോം വെയർ സീൻസിനാണ് ഇത് രണ്ടും എടുത്തത്. സൈഡിൽ പോക്കറ്റൊക്കെ ആയിട്ടൊരു, അങ്ങനെ സൈഡിലൊരു പോക്കറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഒരു എന്തായാലും പറയണമെന്ന് എനിക്കറിയില്ല. അതാ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. വീട്ടിലിടാം. പറഞ്ഞ കൂട്ട് ഇതൊക്കെ 1, 2, 3, 4 വട്ടമൊക്കെ പുറത്തിടാൻ പറ്റുന്ന സാധനങ്ങളാണ്. സോ ക്ലോത്ത്സ് ഞാൻ പറഞ്ഞേ വാങ്ങിച്ചത് ഇതുമാണ്. 3 ഉടുപ്പുകളാണ്. 3 ഞാൻ വീട്ടിലിടുള്ളൂ. അടുത്തതായിട്ട് ഞാനൊരു ഹെയർ ബോണറ്റാണ് വാങ്ങിച്ചത്. ഞാനത് ഒരുപാട് പേരെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് എനിക്ക് വൃത്തിയായിട്ട് പൊട്ടിക്കാനുള്ളത് അറിഞ്ഞൂടാ. സോ ഇത് ബേസിക്കലി ഹെയർ പ്ലോപ്പിങ്ങിന് വേണ്ടി, അതായത് നമ്മൾ നനഞ്ഞിരിക്കുന്ന മുടി ഈ ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ടല്ലാതെ മൈക്രോ ഫൈബർ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടീഷർട്ട് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹെയർ പ്ലോപ്പിംഗ്. അതല്ലാതെ നമുക്കിത് രാത്രി മുടി, എസ്പെഷ്യലി ചുരുണ്ട മുടി, വേവി ഹെയറിനൊക്കെയാണിത്. ആൻഡ് ഇതല്ലാതെ രാത്രി നമ്മുടെ മുടി ഈ നമ്മുടെ പില്ലോയിലൊക്കെ വരഞ്ഞിട്ട് ഭയങ്കര ഡ്രൈ ആവും. ശരിക്കും അത് മുടിക്ക് ഭയങ്കര ഡാമേജിങ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു സാറ്റിൻ മെറ്റീരിയൽ പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ ഈ ഹെയർ ബോണറ്റിൻ്റെ അകത്ത് കെട്ടി വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ മുടിക്ക് ആ ഡ്രൈനെസ് ഭയങ്കരമായിട്ട് ഒഴിവാക്കി കിട്ടും. സി, ആൻഡ് ഇതിൻ്റെ കൂടെ കുറച്ച് സ്ക്രഞ്ചീസും വരുന്നുണ്ട്. അപ്പം ഈ സ്ക്രഞ്ചീസൊക്കെ വെച്ചിട്ട് രാത്രി കേൾ ഡിഫൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഹെയർ ബോണറ്റിൻ്റെ അകത്ത് മുടി കെട്ടി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കിടക്കാം. ഇത് എന്നെ കാണാൻ മറ്റേ കുട്ടികളുടെ കാർട്ടൂൺസിലുള്ള ഒരു ക്യാരക്ടറിനെ പോലെ ഉണ്ട്. എനിവേസ് ഇറ്റ്സ് നൈസ്. ഇത് നല്ല ക്വാളിറ്റിയാണ്. ഇതിന് 200 രൂപയാണ് ആയത്. അതിൻ്റെ കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 193 റുപ്പീസിനാണ് ഇത് കിട്ടിയത്. ഇപ്പോൾ ഈ സ്ക്രഞ്ചീസൊക്കെ നമ്മുടെ ഇവിടുത്തെ കടകളിൽ, ഇപ്പോൾ ഗുഡ്വിൽ പോലത്തെ കടകളിലൊക്കെ ഒരു സ്ക്രഞ്ചിക്ക് തന്നെ 10, 20, 30 രൂപയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾ ടുഗെദർ ഇത് അതിനുള്ള സാധനം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാളും ചീപ്പായിട്ട് കിട്ടും. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഓൺലൈനിലാണെങ്കിൽ പോലും വാങ്ങുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ ദാറ്റ് വേ ക്വാളിറ്റി ഈസ് ഓൾസോ വെരി ഗുഡ്. സാറ്റിൻ ആണ്. ഇത്രയും ഉണ്ട് ഇതിൻ്റെ. ഇത് അത്യാവശ്യം നല്ല, അയ്യോ എൻ്റെ ആ സാധനം കത്തി കീറിപ്പോയി.
അത്യാവശ്യം നല്ലോണം മുടിയുള്ളവർക്കും ഇത് അതിനകത്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ സാധനത്തേക്ക് കയറിപ്പോയാൽ നമ്മൾ അടിപ്പാവടയുടെ വള്ളി കയറിപ്പോണ അതേ മെത്തേഡിൽ വലിച്ചൂരി എടുത്താൽ മതി, പിന്നെ വെച്ചിട്ട് വലിച്ചൂരി എടുത്താൽ മതി. സോ ദിസ് ഓൾസോ ഗുഡ്, വർത്ത് മണിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഈ സാധനമാണ് ഗൈസ്. സോ ഇത് 111 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച ഗോൾഡൻ സ്റ്റെയിൻലെസ് സ്പൂൺ. സംഭവം കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റനോട്ടത്തിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഒറ്റനോട്ടം കഴിഞ്ഞ് നമ്മൾ നോക്കൂലേ, സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ ഇതാ ബാക്കിലൊക്കെ ഡിസ്കളറേഷൻ ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഭയങ്കര കട്ടിയില്ല, ഭയങ്കര കൊള്ളില്ലാത്തൊരു ചീത്ത മെറ്റീരിയലാണ്. അതെ ആവും, മിക്കതും ഡാമേജ്ഡ് ആണ്. അപ്പം ഞാനിത് റീപ്ലേസ്മെൻറ്റ് കൊടുക്കണോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് ഡിസ്കളറേഷനും കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന് 111 രൂപയ്ക്ക് നമ്മൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് പേരെ റിവ്യൂസിലൊക്കെ നല്ലതാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇവിടെ ഉണ്ട് ഡിസ്കളറേഷൻ. സോ ദിസ് തിങ് ശരിക്കും പാളി. ഇത് നോട്ട് അറ്റ് ഓൾ ഗുഡ്, ഒട്ടും കൊള്ളൂല. അപ്പം ഇത് വാങ്ങുന്ന സീൻസിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ എന്താണെങ്കിലും ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പം ഇത് ഞാനങ്ങനെ പേഴ്സണലി സജസ്റ്റ് ചെയ്യില്ല. ഇതുവരെ കാണിച്ച ബാക്കിയെല്ലാം സെറ്റായിരുന്നു. അടുത്തത് സിലിക്കൺ സ്പാച്ചുല സെറ്റും ഒരു സെറ്റ് ഓഫ് 6 പീസസ് ആണ്. അതുപോലെ റാബോണിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ നൈഫ് സെറ്റുമാണ്, ബ്ലാക്ക് കളർ. അപ്പം അതിന് 225 റുപ്പീസ്, മറ്റേ സാധനത്തിന് 228 റുപ്പീസ്. അപ്പം ഇത് എനിക്കറിയില്ല ഇത് എത്രത്തോളം ഗുഡായിരിക്കും എന്നുള്ളത്. ലെറ്റ്സ് സീ. ഇതിനകത്ത് ആ സ്പൂൺ മാത്രം എനിക്കൊന്ന് നോക്കണം എന്നുണ്ടായിരുന്നു ലൈക്ക് കിട്ടിയപ്പോൾ തന്നെ. ബിക്കോസ് ആ ഒരു പ്രൈസ് 111 രൂപയ്ക്ക് ഈ റിവ്യൂലുള്ള പോലെ നല്ല സാധനം ആണെന്നുണ്ടെങ്കിൽ വെരി വെരി ഗുഡാണ്. അപ്പം ദിസ് ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് ക്വാളിറ്റി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നൈഫ് സെറ്റിൻ്റെ ആണ്. വലിയ കട്ടിയില്ല, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. 3 സൈസിലുള്ളതാണ്. കാണാൻ നല്ല രസമുണ്ട്. ആയുധം വെച്ചിട്ടുള്ള കളിയാണ്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് തന്നെ ചെയ്യുക. ഇത് 3 ഉള്ളായിരുന്നു. പക്ഷേ നൈഫ് എനിക്ക് 3 ഞാൻ വാങ്ങിച്ചത്. മറ്റേ സാധനം സ്പാച്ചുല സെറ്റാണ്, 3 തന്നെയായിരുന്നു. ഇതിന് 225 റുപ്പീസാണ്. ആ പ്രൈസിന് ഗുഡാണ്, അത്യാവശ്യം നല്ല ഷാർപ്പാണ്. കൂടുതലും ഞാൻ ഷാർപ്നെസ് ടെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. കണ്ട ഇത്രയും കട്ടിയുണ്ട്. ദിസ് ഇസ് ഗുഡ്. ഈ പ്രൈസിന് ഗുഡാണ്, കാണാൻ നല്ല ക്ലാസിയാണ്. ഇറ്റ്സ് വെരി നൈസ്, ഇറ്റ്സ് വർത്ത് ദ മണി. നമ്മുടെ മറ്റേ സാധനമാണ് പാളിപ്പോയി. പിന്നെ സിലിക്കണിൻ്റെ 6 പീസ് സ്പാച്ചുല സെറ്റ്, പല ടൈപ്പ് സ്പാച്ചുലാസ് ആണ്. ഇതിന് 228 റുപ്പീസാണ്. അപ്പോൾ നമുക്കിത് ഒന്നൊന്നായിട്ടെടുത്ത് നോക്കാം. സംഭവം ഗുഡാണ്. അഗൈൻ ബ്ലാക്ക് ആണ്, പക്ഷെ ചെറിയൊരു ഫിനിഷിങ് കുറവൊക്കെ ഉണ്ട് എഡ്ജസിലൊക്കെ. ചെറിയൊരു ഫിനിഷിങ് കുറവുണ്ട്. ബട്ട് അതിങ്ങനെ ചുരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഫിനിഷിംഗ് ഒക്കെ കിട്ടും. എന്താ ഇറ്റ് ഇസ് നോട്ട് ബാഡ്. ഇത്രയും 6 പീസ് കിട്ടുന്നല്ലേ ഈ ഒരു പ്രൈസിന്. അപ്പം മോശം പറയാനൊന്നുമില്ല. ഇറ്റ് ഇസ് ഗുഡ് ഓൺലി. പല ടൈപ്പ് ഉണ്ട്. അതാ ബട്ടർ ഓർ ജാം തേക്കുന്ന സാധനമുണ്ട്, ചെറിയതുണ്ട്, വേറെ കുറച്ച് കുഴിയുള്ള ചെറുതുണ്ട്, കറി ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഇത് മറ്റേ മറിച്ചിടാൻ, പിന്നെ ഓയിൽ ഇത് ചെയ്യാനുള്ളതുണ്ട്. സോ ഈ 2 സാധനങ്ങൾ വെരി ഗുഡാണ്. നിങ്ങൾ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ നോക്കുന്നതിൻ്റെ കൂടെ ഇത് നോക്കുന്നുണ്ടെങ്കിൽ, സ്പാറ്റുലാസും കത്തീസും നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഗുഡാണ്. പിന്നെ ഇത് പറഞ്ഞ കൂട്ട് കാണാൻ ഇതിന് നല്ല കട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഇതിന് ഈ പറഞ്ഞ കൂട്ട് ഫിനിഷിംഗ് ഇല്ലായ്മയൊന്നുമില്ല കേട്ടോ. ദിസ് ഇസ് വെരി ഗുഡ്. ഓക്കെ, അടുത്തതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഒരു ഗൊറില്ല പോഡാണ്. കാരണം ചില പോയിന്റ് ഓഫ് വ്യൂ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നില്ല അത്ര വലിയ സംഭവമായിരിക്കുന്നത്. കാരണം 232 റുപ്പീസേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് വെരി സ്മോൾ. ഈ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മുടെ ഈ പോയിന്റ് ഓഫ് വ്യൂ ഷൂട്ട് ചെയ്യില്ലേ, ലൈക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂലുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാറ് എന്നുള്ള ചോദിക്കാറുണ്ട്. അതിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ബട്ട് ദിസ് ഇസ് ലൈക്ക് എ വെരി സ്മോൾ ഗൊറില്ല പോഡ്. ഓക്കെ, ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മരത്തിലൊക്കെ കെട്ടി വയ്ക്കാം. അതുപോലെ പോയിന്റ് ഓഫ് വ്യൂ ഷൂട്ട് ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര ചെറുതാട്ടോ. ഇത് നമുക്ക് വിചാരിക്കുന്ന ഒരു രീതിയിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിവിടെ വയ്ക്കുക, ഇതിവിടെ ഇത് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. ഈ ഗൊറില്ല പോഡിൻ്റെ കൂടെ ഇതിവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ഇത് തന്നിട്ടുണ്ട്. ഇതിന് 232 റുപ്പീസ് വർത്ത്. അതിനുള്ളതേ ഉള്ളൂ സാധനം. ഇതിന് ഭീകരമായിട്ടുള്ളൊരു ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. സോ ദിസ് ആക്ച്വലി എ ഗുഡ് വൺ. കുഴപ്പമൊന്നുമില്ല. ആ പ്രൈസിന് ഇത് കറക്റ്റായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഗുഡാണ് ആയിരുന്നുള്ളത്. മര്യാദയ്ക്ക് ഞാൻ ചെയ്യാൻ സമാധാനത്തോടുകൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വെപ്രാളം വരും. അപ്പോൾ സമാധാനത്തോടുകൂടെ ചെയ്താൽ ഇറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് സാധനം. ഇത് പ്രോപ്പറായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സി, ഞാനൊരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കാണിച്ചു തരാം. വെയിറ്റ്. ഇതിപ്പോൾ കഴുത്തിലിട്ടിട്ടാണ് ചെയ്യണേ. ഇതിന് അത്ര, ഈ ഗൊറില്ല പോഡിന് അത്ര പറയാൻ പറ്റുന്ന അത്രയും കട്ടിയില്ല. പക്ഷെ ഗൊറില്ല പോഡ് ഇസ് ജനറലി യൂസ്ഫുൾ ഇങ്ങനെ
കണ്ട ഇങ്ങനത്തെ വളരെ ചെറിയ സെൽഫി സ്റ്റിക്കിന് പകരം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ആൻഡ് ഇറ്റ് ഇസ് ഗുഡ് ഓൺലി. ഒട്ടും മോശം പറയാനില്ല. അത്യാവശ്യം ഈ സൈസിനും ഈ പ്രൈസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. പിന്നെ എൻ്റെ ഫോൺ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണാണ്, എന്നിട്ടും അത് ഹോൾഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. സോ ദിസ് ഇസ് ഓൾസോ എ വെരി ഗുഡ് പ്രോഡക്റ്റ്. ഇതിങ്ങനെ കഴുത്തിലിട്ടിട്ട് ശരിക്കും പരമശിവന്റെ ഇതുപോലെ ഉണ്ട് കാണാൻ. എനിവേസ് വിത്ത് ദാറ്റ് വി ആർ മൂവിംഗ് ടു ദ ലാസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദിസ് മീഷോ ഹോൾ. ഇത് യൂസ്ഫുൾ ആണോ എന്ന് വെച്ചാൽ എനിക്ക് യൂസ്ഫുൾ ആണെന്നൊന്നും അധികം പറയാൻ പറ്റില്ല, പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമായിട്ടൊരു സാധനമാണ്. അപ്പോൾ കാണിച്ചു തരാം. ക്യാമറയ്ക്കൊന്ന് പിന്നെ ഫിക്സ് ചെയ്യട്ടെ. ഇതിൻ്റെ പെട്ടി നമുക്ക് നമ്മുടെ പുതിയ കത്തി വെച്ച് തുറക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് തുറക്കുമ്പോൾ അത് കത്തിക്ക് അത്യാവശ്യം നല്ല ഷാർപ്നെസ് ഉണ്ട് കേട്ടോ. സൂക്ഷിച്ച് കണ്ടൊക്കെ കളിക്കണം. ഞാനിതൊന്ന് പ്രോപ്പറായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് തുറന്നിട്ട് ഷൂട്ട് ചെയ്യാം. അല്ല, തുറന്നു. ഓക്കെ, സോ അടുത്ത സാധനം ഞാൻ പല പല വീഡിയോസിലും പലവരുടെയും പല പരസ്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് വാങ്ങിച്ചു നോക്കണം എന്ന് ആഗ്രഹമുള്ള. ബിക്കോസ് സ്ലീപ്പ് ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അപ്പോൾ രാത്രി ഈ സാധനം ഇട്ടിട്ട് സ്റ്റാർ മാസ്റ്റർ എന്നാണ് എൻ്റെ പേര്. ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മുടെ മുകളിലൊക്കെ സീലിങ്ങിലും ഫുൾ റൂമിലും ഒരു സ്റ്റാർ ഗാലക്സി വൈബ് കിട്ടും എന്നാണ് ഇവർ പറയണേ. ഇതിൻ്റെ കൂടെ ഒരു കേബിൾ വരുന്നുണ്ട്. ഈ കേബിളിൻ്റെ ഈ എൻഡാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ പാടിയാണ്. എൻ്റെ കയ്യിലുള്ളതൊക്കെ ടൈപ്പ് സിയുടെ പോലത്തെ സാധനങ്ങളാണ്. ഞാൻ തേഞ്ഞൊന്ന് തോന്നുന്നു. അല്ല, എൻ്റെ കയ്യിൽ വേറെ സാധനമുണ്ട്. ഇതിനകത്ത് വെച്ചിട്ട് മറ്റേ എൻഡ് ഇതിനകത്ത് കുത്തിയിട്ട് ഇതാണ് സാധനം. ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റാർസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എന്തോ ഇഷ്ടം, ഇതിനെനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ എങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കണം. സോ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കിട്ടി. യെസ്, അപ്പം എൻ്റെ കയ്യിൽ ടൈപ്പ് സി അല്ലാത്ത നമ്മുടെ നോർമൽ USB പോർട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ ഉണ്ടായിരുന്നു. ലക്കിലി നോക്കാം. ഇതിൻ്റെ ഇവിടെയാണെന്ന് തോന്നുന്നു കുത്താൻ പറ്റിയൊരു സ്ഥലമായിട്ട് കാണുന്നതാണ്. ABC. അതാ ABC എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇതുണ്ട്. രാവിലെ ഇട്ട് കഴിഞ്ഞത് കാണാൻ പറ്റില്ല, പക്ഷേ വെയിറ്റ്, ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തരാം. നോക്കും, ഉണ്ടോ? ഇത് രാത്രി ലൈറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ഭയങ്കര രസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. ബി ജസ്റ്റ് വാം ലൈറ്റ്സ് മാത്രമുള്ളതാണ്. സാധനമാണ്. സി ഇത് കറങ്ങും. എനിക്കത് ഇഷ്ടപ്പെട്ടു. അയ്യോ, ദിസ് ഇസ് നൈസ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എൻ്റെ മുഖത്ത് കാണുന്നുണ്ട് ലൈറ്റ്. സോ ഈ സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ സ്ലീപ്പ് എളുപ്പമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ചില ദിവസങ്ങളൊക്കെ ഭയങ്കര സ്ട്രെസ്സും അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഈ സ്ലീപ്പിൻ്റെ ടൈമിൽ ഹീലിംഗ് മ്യൂസിക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേൾക്കും. അപ്പം ഈ ലൈറ്റും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് അതും അല്ലെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു എസ്തറ്റിക് ഒരു വൈബ് റൂമിന് രാത്രി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ പാർട്ടി ലൈറ്റ് മാത്രമല്ലോ, കുറച്ച് ഒരു സ്റ്റാർസ് ഭയങ്കര ഒരു കാമിങ് എഫക്റ്റ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്ന എന്നെ പോലത്തെ മറ്റുള്ള ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ ആണ്. ഇതൊരു യൂസ്ഫുൾ തിങ്സിൻ്റെ മീഷോ ഹോളാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എല്ലാവർക്കും എനിക്കറിയില്ല. പക്ഷേ എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതിൻ്റെ പ്രൈസ് 252 റുപ്പീസാണ്. ഇത് എത്ര കാലമൊക്കെ ഇത് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷേ ലാസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം അത്യാവശ്യം യൂസ്ഫുൾ നല്ല അത്യാവശ്യം നൈസ് സാധനമാണ്. ഇതിപ്പം വാം ലൈറ്റിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ റൂമിൽ ഇങ്ങനെ വെക്കുമ്പോൾ മുകളിൽ ഇതിങ്ങനെ മൂവ്മെൻ്റ് ഉള്ള പോലെ തോന്നും. ഇനി ഇതിൻ്റെ ഏലാണ്, അയ്യോ ഏല് ലൈറ്റൊന്നും വന്നില്ല. കണ്ടോ? ABC. സിയിൽ ഞെക്കുമ്പോൾ ഇതിൻ്റെ കറക്കം നിൽക്കും. ലൈറ്റ് ഏതിലെങ്കിലുമൊക്കെ ഭയങ്കര പെർഫെക്റ്റ് പരിപാടിയൊന്നുമല്ല, പക്ഷേ ഏറ്റവും സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് കണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ മെക്കാനിസം. അതുകൊണ്ട് എത്ര കാലമൊക്കെ ലാസ്റ്റ് ചെയ്യും. വെരി മച്ച് ഹാൻഡിൽ വിത്ത് കെയർ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ചെറിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുള്ളൂ. അപ്പം പ്ലീസ് ഹാൻഡിൽ ഇറ്റ് വിത്ത് അൾട്രാ കെയർ. ബട്ട് ഇങ്ങനെ പല ഓരോന്നും ഞെക്കി കഴിഞ്ഞാൽ ഓരോ മൂഡ്സ് കിട്ടും. അപ്പോൾ എൻ്റെ പോലത്തെ ആൾക്കാർക്ക് ഇത് വളരെ വേർത്തായിട്ട് തോന്നുന്നൊരു സാധനമായിരിക്കും. കാരണം എനിക്ക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇഷ്ടമാണ്. ആൻഡ് അഗൈൻ പിന്നെ ഇതിനൊരു അടപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഈ അടപ്പിട്ട് നമുക്ക് എടുത്ത് വെക്കാമെന്നാണോ, പിന്നെ ഈ അടപ്പിട്ടുകൊണ്ടും നമുക്ക് ലൈറ്റ് കത്തിച്ച് നോക്കാം. ഞാൻ രാത്രി ഒരു ദിവസം ഇതിൻ്റെ മാത്രം ഒരു ഇത് വെച്ചിട്ട് ഞാൻ റീലിടും. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിൻ്റെ ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല എത്ര കാലം നിൽക്കുന്നുള്ളത്. പക്ഷേ ബാക്കി എല്ലാ സാധനങ്ങളും ഫോർ ദ പ്രൈസ് ഐ പെയ്ഡ് ഇറ്റ് വാസ് വെരി നൈസ് ഓൺലി. ഇറ്റ് ഈസ്
ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എക്സെപ്റ്റ് ഫോർ ദാറ്റ് സ്പൂൺ. അത് കൊള്ളൂല, അത് ഞാനിപ്പം ചിലപ്പോൾ റിട്ടേൺ ചെയ്യുമായിരിക്കും. പക്ഷെ അഗൈൻ മീഷോ എന്നെ തളർത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട്. ഒരുപാട് പേര് മീഷോന്റെ മോശം അഭിപ്രായം കാര്യങ്ങൾ കാണുന്നുണ്ട്, ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളതിന്റെ റിവ്യൂ നോക്കി സേഫ് ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി. അതിപ്പോൾ മീഷോ എന്നല്ല, ഏതൊരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ടതിന്റെ ഇഷ്ടത്തിൽ അത് വാങ്ങുന്നതിനേക്കാളും എപ്പോഴും അതിന്റെ റിവ്യൂസ് നോക്കുക, റിവ്യൂവിൽ ആൾക്കാരിട്ടിരിക്കുന്ന വീഡിയോസ് നോക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കുമാണ് നമുക്കതിനെ വാങ്ങാൻ പറ്റുന്നതാണോ നോക്കുക. പിന്നെ വലിയ വലിയ പ്രൈസിനുള്ള സാധനങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓൾവേസ് ട്രൈ ടു ഗോ ഫോർ എ ബ്രാൻഡ്. അതെൻ്റെ ഒരു വെരി ഓണസ്റ്റ് ടിപ്പാണ്. അപ്പം ദാറ്റ്സ് ഓൾ. ഈ മീഷോ ഹോളും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത് അറൌണ്ട് 2,000-2,500 റുപ്പീസിന് താഴെയാണ്. ആൻഡ് എല്ലാം നല്ലതാണ്. ഫോർ ദാറ്റ് പ്രൈസ് ഐ പെയ്ഡ്. അപ്പോൾ until I see you all next time, it's me Ami signing off. ഇനി ബെഡൊക്കെ വൃത്തിയാക്കട്ടെ. ഇത് മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വീട്ടിലേ ഇടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഷോർട്ട്. ഞാൻ അതുകൊണ്ട് ഫുള്ള് കാണിക്കും. ആവശ്യത്തിൽ കൂടുതൽ വിവാദങ്ങളുള്ള എനിക്ക് ഇനിയും കൂടുതൽ വിവാദങ്ങളോട് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇതും നല്ലതാട്ടെ, നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ് ഇസ് നൈസ്. പുറത്തിടാൻ വേണ്ടവർക്ക് പുറത്തിടാനും പറ്റും. വിത്ത് ജാക്കറ്റ് യു ക്യാൻ പെയർ, വിത്ത് സ്റ്റോക്കിൻസ് യു ക്യാൻ പെയർ. ഇതൊന്നും ഇല്ലാതെ ഇടാനും നല്ലതാണ്. ഞാൻ ഇങ്ങനത്തെ ഇപ്പം തടിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇടാറൊന്നുമില്ല പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ് ഇസ് ഗുഡ് ഓൺലി ഫോർ ദാറ്റ് പ്രൈസ്. ഇറ്റ് ഇസ് ഗുഡ്. ഒരുപാട് വട്ടമൊന്നും ഇടാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഇടുന്ന ആദ്യത്തെ 2-3 വട്ടത്തിൽ നമുക്ക് ഈ കൊടുത്ത പൈസ മുതലായെന്നേ തോന്നുള്ളൂ. It is good only. Okay, so until I see you all next time, it's me Ami signing off once again. അപ്പോൾ ഞാൻ വന്നു. ഞാൻ ഒരു വീട്ടിലിടുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞില്ലേ, അതാണിത്. എനിക്ക് ഫിറ്റ് കറക്റ്റ് ആണ് കേട്ടോ. ഇറ്റ്സ് റിയലി നൈസ്. ഐ റിയലി ലൈക്ക്. ബൈ ബൈ.